അപ്പോൾ ഉണക്കമീൻ 1/4 കിലോ ആണ് മേടിച്ചിരിക്കുന്നത്. നല്ല സ്രാവാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉപ്പ് കളഞ്ഞിട്ട് നമുക്ക് ഉണക്കമീൻ വറുക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് ഉണക്കമീൻ കേട്ടോ. നല്ല സ്രാവാണ്. അപ്പോൾ അതൊരു 2-3 പ്രാവശ്യം നമ്മൾ കഴുകണം കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യം രണ്ടാമത് നന്നായിട്ട് കഴുകുക. അങ്ങനെ ഞാനൊരു 3 പ്രാവശ്യം കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മീൻ കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കേട്ടോ. വെള്ളം നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വയ്ക്കുക. അതിനുശേഷം കഴുകി വൃത്തിയാക്കിയ മീൻ നമ്മളിതിൽ ഇട്ട് കൊടുക്കുക. കഴുകിയ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സ്റ്റവ് കത്തിക്കുക. ഇപ്പോൾ ഉണ്ടോ മീൻ നന്നായിട്ട് തിളച്ച് ആ വെള്ളത്തിൽ ഇങ്ങനെ ഭയങ്കര പതയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് സ്റ്റവ് ഓഫാക്കി കൊടുക്കുക. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മീൻ അതൊക്കെ ഉണ്ടോ വേറൊരു പാത്രത്തേക്ക് മാറ്റണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ ഈ മീൻ കഴുകണം കേട്ടോ. പൊടിയാൻ പാടില്ല. അങ്ങനെ കഴുകി കൊടുക്കാം. ശേഷം അതിൻ്റെ ചൂടൊക്കെ പോയി അങ്ങനെ ഉണ്ടോ ഇങ്ങനെ പൊടിഞ്ഞ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മളത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നന്നായിട്ടിത് ഇതെങ്ങനത്തെ ഓട്ടപാത്രമാണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ടൊന്ന് പതുക്കെ പിഴിയണം കേട്ടോ. ഒന്നിങ്ങനെ പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. വെള്ളമൊക്കെ എന്തായാലും ഇത് വേഗം വറ്റിപ്പോവും കേട്ടോ. ഇതുണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. ഓക്കെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി അടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മീൻ ഉടയാൻ പാടില്ല. പിന്നെ അത് ഓൾറെഡി വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത മീനാണ് ഉണക്കമീൻ. അപ്പോൾ നന്നായിട്ട് ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യമില്ല, കാരണം ഉപ്പ് ഓൾറെഡി അതിലുണ്ടാവും. ഉപ്പിടേണ്ട ആവശ്യമില്ല, കാരണം ഉപ്പ് പാകത്തിനായിട്ടുണ്ടാവും കേട്ടോ. സാധാരണ ഉണക്കമീനിൽ ഭയങ്കര ഉപ്പായിരിക്കുമല്ലോ, അത്രയ്ക്ക് ഉണ്ടാവില്ല. പാകത്തിന് നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന ഉപ്പായിരിക്കും. പ്രത്യേകിച്ച് ഷുഗർ അല്ല എന്താണ് പ്രഷർ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അത് പറഞ്ഞിട്ട് ഒരുപാട് കഴിക്കരുത്, പാകത്തിനൊക്കെ കഴിക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ വീഡിയോസാണ്. ഇന്ന് ഞാൻ വെറുതെ ഒരു ചേഞ്ചിന് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതൊരു 10 to 15 മിനിറ്റ്സ് വെറുതെ വയ്ക്കുക. എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നന്നായി പിടിക്കും കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് പതുക്കെ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ എൻ്റെ ക്യാമറാമാനോ മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുത്തു, സിമ്മാക്കുക. എന്നിട്ട് ഓരോ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ.
കോളനി മുഴുവൻ അറിയും ഇന്നിവിടെ ഉണക്കമീനാണ് എന്നുള്ളത് എല്ലാവരും അറിയും. സാധാരണ അടുപ്പിൽ വിറകടുപ്പിൽ വെച്ചിട്ട് കഴിക്കണം. അതാണ് അതിൻ്റെ ഒരിത് ടേസ്റ്റ് കേട്ടോ. ഓക്കെ, ഇനി ഇത് മറിച്ചിടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ മീൻ പതുക്കെ മറിച്ചിട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഉണ്ടോ, ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും അടുപ്പിലാണ് വെക്കേണ്ടത്. ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഉണ്ടല്ലോ, ഞാനപ്പോൾ അത് വിറകടുപ്പിൽ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അതായത് എല്ലാ പണിയും കഴിഞ്ഞ് ലാസ്റ്റ് തീ കനൽ മാത്രം ഉണ്ടാവില്ലേ, അപ്പോഴായിരിക്കും എൻ്റെ അമ്മ അതിൽ ഈ ഉണക്കമീനൊക്കെ ഇങ്ങനെ വെക്കുക. അപ്പോൾ അതിങ്ങനെ ആ ചെറിയ തീയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ഞാൻ മീൻ വറുക്കാറുണ്ട്. ചില സമയത്ത് അതിൽ ഇങ്ങനെ കറിവേപ്പിലയും ചെറിയ ഉള്ളിയൊക്കെ ഇടും. അപ്പോൾ അതിനൊന്നും എനിക്ക് സമയമില്ല. ഇപ്പോൾ സമയം ഏകദേശം രാത്രി 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.